ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ഡിസൈനിലൊക്കെ വരുന്ന ഒരു ലേസി ഡേസി സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊന്നും അറിയുന്നുണ്ടാവില്ല ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെയാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ ഒരു റൗണ്ട് ആദ്യം മാർക്ക് ചെയ്ത് വെക്കണം. അതിലിപ്പോൾ എത്ര പെറ്റൽസാണോ വേണ്ടത് അത്രയും പെറ്റൽസിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഒരു റൗണ്ടാണ്. അതിൽ ഞാൻ 6 പെറ്റൽസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് അകലത്തിൽ 6 പോയിൻറ്റ്സ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതാ നൂല് ഞാനിങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് പെറ്റൽ ഒരു കുറച്ചുകൂടെ എന്താ പറയുക കട്ടിയിലൊക്കെ കിട്ടുന്നത്. കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക രണ്ടായിട്ട് എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നടുക്കുന്ന ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഈ ഒരു നൂലിങ്ങനെ മാറ്റി വെക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ആ ഒരു ഹോളിൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഈ ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പോയിൻറ്റിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് കുത്തിയിട്ട് ആ ഒരു പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ഒരു നൂലുണ്ടല്ലോ നമ്മൾ നേരത്തെ കയ്യിൽ പിടിച്ച് വെച്ചേ ആ നൂലിങ്ങനെ സൂചിയിൽ ചുറ്റി കൊടുക്കുക. സൂചി ഒന്ന് വലിച്ചെടുക്കുക. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഇനി ഈ വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ബാക്കിലായിട്ടുണ്ടോ നൂലിങ്ങനെയാണ് ആ ബാക്കിലായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇനി ബാക്കി പെറ്റൽസും ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്കിതിൻ്റെ ഒരു ഫ്ലവറായിട്ട് കിട്ടും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് എവിടെ നിന്നാണോ സെൻറ്ററായിട്ട് വേണ്ടത് അവിടെ നിന്ന് ഇതേപോലെ കുത്തിയെടുത്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് വേണ്ട പോയിൻറ്റിൽ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ എങ്ങനെയാണ് നൂല് കൊണ്ടുപോയിട്ട് കെട്ടിടുന്നത് നോക്കാം. അതെങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി സൂചി ഇങ്ങനെ കടത്തി വിട്ടിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ സൂചി കടത്തി വിട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള നൂലങ്ങ് കട്ട് ചെയ്ത് കളയാം. 1 or 2 കെട്ടിട്ട് കൊടുക്കാം. ബാക്കി നൂലങ്ങ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്കിതിൻ്റെ നടുക്കുള്ള ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ ഇതുപോലത്തെ മുത്തുകളോ അല്ലെങ്കിൽ വേറെ ഷുഗർ ബീഡ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് പകരം ഫ്രഞ്ച് നോട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിലോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നേരത്തെ ഞാൻ എടുത്ത പോലെ 2 നൂലാണ് എടുത്തത്.
നടുക്കുന്ന ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇടത് കൈ കൊണ്ട് ആ നൂലൊന്ന് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സൂചി വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. നമ്മളുടെ ആ ഒരു നോട്ടിൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ 2 ചുറ്റാണ് ചുറ്റുന്നത്. ഇതുപോലെ സൂചി ഇങ്ങനെ ചുറ്റിയിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് തുന്നി കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തൂടെ ആ ഒരു സൂചി വലിച്ചെടുക്കുക. അപ്പോൾ ഈ കൈ വെച്ചിട്ട് നൂലുണ്ടല്ലോ, ഈ ഒരു നൂല് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ താഴെ നമ്മൾ സൂചി വലിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു നോട്ട് വീണു. പിന്നെ നമ്മൾ ആ ചുട്ടികളുടെ എണ്ണം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് നോട്ടിൻ്റെ സൈസും വലുതായിക്കൊണ്ടിരിക്കും കേട്ടോ. എപ്പോഴും ഈ ഒരു കൈ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ വൃത്തിക്ക് കിട്ടുക. അത് ചിലപ്പം സൈസൊക്കെ വേറെ പോലെയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.